വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വയനാട് മേപ്പാടി ചൂരൽമല ഭാഗത്തുണ്ടായിരിക്കുന്ന മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ചിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എസ് അഭിലാഷ് അതിനെക്കുറിച്ച് ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ ശ്രീ മാധവ് ഗാഡ്ഗിൽ, പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഗാഡ്ഗിൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്ത ഭാഗവും നമുക്ക് നോക്കാം. 2011 14 അംഗങ്ങൾ ഉൾപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചുക്കാൻ പിടിച്ച അതിൻ്റെ നേതൃത്വം വഹിച്ച ആളാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നുണ്ടായ ആ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും അതേപോലെ സംസ്ഥാന സർക്കാരും അന്ന് തള്ളിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇപ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകാൻ അധികം യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. അപ്പോൾ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാകും എന്നാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വൈറലായി ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ചിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എസ് അഭിലാഷ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വയനാട് മുണ്ടകയിൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ മേഖല പൊതുവെ ലാൻഡ് സ്ലൈഡിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹൈ ഹസാർഡ് ഏരിയയാണ്. വയനാടിൻ്റെ പടിഞ്ഞാറൻ ഏരിയ എന്ന് പറയുന്നത് ഒരു 50% ഓഫ് ഏരിയ ഹൈലി സസെപ്റ്റബിൾ ആണ് ലാൻഡ് സ്ലൈഡിന്. അതായത് ഉരുൾപൊട്ടലിന് സാധ്യത വയനാടിലെ പടിഞ്ഞാറൻ മേഖലയുള്ള 50% ഭാഗത്തിന് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീജിയനാണ് മേപ്പാടിയിൽ വരുന്ന ഈ പറയുന്ന മുണ്ടകൈ എന്ന് പറയുന്ന സ്ഥലം. ഈ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഓഫ് ദ കോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടാകുന്ന മേഘരൂപീകരണം അത് കൂടുതലും വെർട്ടിക്കലി ഡെവലപ്പിങ്, ഡീപ്പായിട്ട് ഡെവലപ്പിങ് ചെയ്യുന്ന ക്ലൗഡായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ആ മേഖലകളിൽ കണ്ടിരുന്ന ക്ലൗഡിൻ്റെ, അതായത് മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റം കണ്ടിരുന്നു. അതായത് ഇതൊരു കൂമ്പാര മേഘങ്ങളായിട്ട്, കട്ടി കൂടിയ മേഘങ്ങളായിട്ട് വളരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ 2019 കവലപ്പാറ പെട്ടിമുടി ദുരന്തമാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ കൊങ്കൺ മേഖല, ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന ഈ പശ്ചിമഘട്ട മേഖല ഹൈലി വണ്ടറബിൾ ആണ്. ഒരു സ്ലോപ്പ് ഒരു 20-25 മേളിൽ പോകുന്ന വെസ്റ്റേൺ ഗാട്സിൻ്റെ പല മേഖലകളും ഹൈ സസെപ്റ്റബിൾ ഏരിയ ആണ്. ഉള്ള സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ ഇത്തരം ഡീപ്പായിട്ടുള്ള ക്ലൗഡുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഒരു ഡീപ്പ് ക്ലൗഡ് ഉണ്ടാകാനുള്ള ഹോട്ട് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഡീപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിങ് കാരണമൊക്കെ അവിടെയുള്ള വെള്ളം, അതായത് ആ കടലിലുള്ള വെള്ളം നല്ലപോലെ ചൂടായിട്ട് ആവിയായിട്ട് മുകളിലേക്ക് ഉയരുന്ന അവസ്ഥ, അതാണല്ലോ പിന്നീട് മേഘങ്ങളായി മാറുന്നത്. അപ്പോൾ അത് വൻതോതിൽ ഇങ്ങനെ നീരാവി മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് തന്നെ ഡീപ്പ് ക്ലൗഡ് അഥവാ കട്ടിയുള്ള തിക്കായിട്ടുള്ള മേഘങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ കൂമ്പാരം മേഘങ്ങൾ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ കൂമ്പാരം മേഘങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട്, ഒരു ഹോട്ട് സ്പോട്ടായിട്ട് സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ മാറിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഈ ഡീപ്പ് ക്ലൗഡ്സ് നേരത്തെ മംഗലാപുരം വടക്കൻ മേഖലകളിലാണ് കൂടുതലായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് എക്സ്പാൻഡ് ആയിട്ട് വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും രൂപപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം. ഇത് രണ്ടും കൂടെ ഈ ടോപ്പോഗ്രഫിയിലുള്ള ഒരു പ്രത്യേകതയോടൊപ്പം തന്നെ
ഈ മഴയുടെ പാറ്റേണിലും മഴമേഘങ്ങളുടെ ഘടനയിലും ഉണ്ടാകുന്ന ആ ഒരു മാറ്റം കൂടി വരുന്നതുകൊണ്ടാണ് കവലപ്പാറ പുത്തുമല 2019 ഉണ്ടായതും ഏകദേശം അതേ തരത്തിലുള്ള മേഘരൂപീകരണം തന്നെയായിരുന്നു ഈ ഈ ഈ മുണ്ടകൈ ഈവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകത പറഞ്ഞില്ല, ഈ ഒരു മേഖല മുഴുവൻ കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഇത്തരം ഡീപ്പ് ക്ലൗഡുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളിൽ പറഞ്ഞതാണ്, ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പ്രസക്ത ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡീപ്പ് ക്ലൗഡുകൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിനി ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്നു. ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യം, അതായത് 2 മണിക്കൂറിൽ 5 സെൻറ്റിമീറ്ററോളം മഴ പെയ്യുന്ന സാഹചര്യം, അതാണ് ഈ മിനി ക്ലൗഡ് ബസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം മിനി ക്ലൗഡ് ബസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ശക്തമായ മഴയുണ്ടാകുന്നു. അപ്പോൾ ഈ ആദ്യം ഈ ഡീപ്പ് ക്ലൗഡുകൾ, അതായത് കൂമ്പാരം മേഘങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ പുറകിൽ ഈ മിനി ക്ലൗഡ് ബസ്റ്റായി അത് മാറി ശക്തമായ മഴയുണ്ടാകുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു മഴ തന്നെയാണ്, ശക്തമായ മഴ തന്നെയാണ്. പക്ഷെ മറ്റ് ചില കാരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാരണമാണ് അദ്ദേഹം പറയുന്നത്, അത് നോക്കാം. വയനാട് ജില്ലകൾ മുഴുവൻ ഏകദേശം ഒരേ പാറ്റേണിലുള്ള മഴ ലഭിച്ചെങ്കിലും വയനാട് മാത്രമായിട്ട്, അല്ലെങ്കിൽ വയനാട്ടിലെ തന്നെ മേപ്പാടിയിൽ മാത്രമായിട്ട് ഈ ലാൻഡ് സ്ലൈഡ് ഇത്ര തീവ്രതയോടെ ഉണ്ടാകാനുള്ള കാരണം എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും അതൊരു ഭൂമിശാസ്ത്രപരമായിട്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ ലോക്കലായിട്ടുള്ള കണ്ടീഷൻസിനും ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള 50% ഉള്ള സ്ഥലങ്ങൾ, അതായത് ഈ വനമേഖലകൾ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത കൂടിയ സ്ഥലമാകാൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്ര ഘടനയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ആ മലകളുടെ ആ ഒരു ചെരിവിൻ്റെ സാഹചര്യം, ചെരിവിൻ്റെ അവസ്ഥ. രണ്ടാമത്തത് അവിടെ നിക്ഷിപ്തമായിരിക്കുന്ന മണ്ണ്. മൂന്നാമത്തത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അവിടെയുള്ള പാറകളുടെ ബലക്ഷയം, ബലം കുറഞ്ഞ പാറകൾ. ഇതൊക്കെയാണ് ആ ഭൂമിശാസ്ത്ര ഘടനയിൽ ഉൾപ്പെടുന്നത്. ഒന്നുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അവിടെയുള്ള ദുർബലമായ ഭൂമിശാസ്ത്ര ഘടനയാണ് രണ്ടാമത്തെ പ്രധാന കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ മിനി ക്ലൗഡ് ബസ്റ്റ് നമുക്ക് ഇവിടെ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഭാഗങ്ങളിലും വയനാട് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ശക്തമായ മഴ അവിടെയും ഉണ്ടായിട്ടുണ്ടെങ്കിലും വയനാടിൽ മാത്രം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആ ലാൻഡിൻ്റെ പ്രശ്നം തന്നെയാണ്, അതായത് ഭൂമിശാസ്ത്ര ഘടനയിലുള്ള ആ ദുർബല അവസ്ഥ തന്നെയാണെന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതേപോലെ ഇപ്പോൾ അവസാനമായ അദ്ദേഹം ആ ലാൻഡിൻ്റെ ലോക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ഇനി മാധവ് ഗാഡ്ഗിലിൻ്റെ ആ വീഡിയോയുടെ ആ പ്രസക്ത ഭാഗം കൂടി നോക്കിയതിന് ശേഷം ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. സംസ്ഥാനത്ത് പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ എന്ന് മാധവ് ഗാഡ്ഗിൽ മനോരമ ന്യൂസിനോട്. നിരന്തരമായ ക്വാറികളുടെ പ്രവർത്തനവും പാറ പൊട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. പ്രദേശത്തെ റിസോർട്ടുകളും അനധികൃത നിർമ്മാണവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും നിർമ്മാണങ്ങൾ നടക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നും മാധവ് ഗാഡ്ഗിൽ പ്രതികരിച്ചു. ഇപ്പം ഞാൻ കാണിച്ച ആ 2 വീഡിയോകളുടെയും മുഴുവൻ ഭാഗവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഇപ്പം ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടി കാണിച്ചത്. അപ്പോൾ ആ 2 വീഡിയോയിലും പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒന്നാമത് ഡോക്ടർ എസ് അഭിലാഷ് പറയുന്ന ആ വീഡിയോയിലെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ശക്തമായ മഴ തന്നെയാണ്. ഈ ശക്തമായ മഴ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഡീപ്പ് ക്ലൗഡ് രൂപപ്പെട്ടുകൊണ്ട് അത് ഇങ്ങോട്ടും വടക്കൻ മേഖലയിൽ നിന്ന് നമ്മുടെ വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലേക്കും എക്സ്പാൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. അതുകൊണ്ടുണ്ടാകുന്ന ശക്തമായ മഴ. ഇങ്ങനെ അവിടെ ഉണ്ടാകുന്ന മിനി ക്ലൗഡ് ബസ്റ്റിലൂടെയുള്ള ശക്തമായ മഴ മാത്രമല്ല, ആ മഴ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ആഴ്ചകളോളം ഉള്ള അവിടെ പെയ്തിരിക്കുന്ന മഴവെള്ളത്തിൻ്റെ അളവും ഇതിന് കാരണമാണ്. അപ്പോൾ ആ ഒരു മഴവെള്ളവും അതിനുശേഷമുണ്ടായ ഈ ശക്തമായ മഴയിലൂടെ ഉണ്ടായിരിക്കുന്ന ആ മഴവെള്ളവുമെല്ലാം ആ മലകളുടെ അടിഭാഗത്ത് അങ്ങനെ നിറഞ്ഞു നിന്ന് അത് വലിയ പ്രഷറായി മാറിയാണ് ഉരുൾപൊട്ടലായി മാറിയത് എന്നാണ് ഈ വീഡിയോകളിലൂടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഭൂമിശാസ്ത്ര ഘടന, ദുർബല അവസ്ഥ.
അതാണ് രണ്ടാമത്തെ കാരണം. ഈ രണ്ടാമത്തെ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ ലാൻഡ് സ്ലൈഡിന് ഹൈലി സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം. ഇനി മൂന്നാമത്തെ കാരണമോ, അതാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞ ആ ലോക്കൽ കണ്ടീഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് അദ്ദേഹം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ, ഇപ്പോൾ നമ്മൾ അവസാനം ഒരു ഭാഗം കണ്ടുവല്ലോ, മാധവ് ഗാഡ്ഗിൽ ആ വീഡിയോയിൽ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ദുർവിനിയോഗം, അതായത് അവിടെ നടക്കുന്ന ഖനനം, അതേപോലെ അവിടെ നടക്കുന്ന വ്യവസായങ്ങൾ, അതേപോലെ അവിടെ നടക്കുന്ന ഡീഫോറസ്റ്റേഷൻ, അതായത് മരങ്ങളൊക്കെ വെട്ടിത്തെളിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വേരുകളൊക്കെ നശിക്കുന്നത് കൊണ്ട് മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മരങ്ങൾ വെട്ടിമുറിക്കുന്നത് കൊണ്ടും ഈ ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയാകുന്നു. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള അനധികൃത കെട്ടിട നിർമ്മാണം, അവിടെ വൻതോതിലുള്ള റിസോർട്ടുകൾ, അതുപോലെ ഓരോ സ്ഥാപനങ്ങൾ ഒരുപാട് അവിടെ നിർമ്മിക്കപ്പെടുന്നതാണ് നാലാമത്തെ കാരണമായിട്ട് ഈ ഭൂമിയുടെ ദുർവിനിയോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ റോഡ് നിർമ്മാണം, ഇങ്ങനെ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് മാധവ് ഗാഡ്ഗിലും അതേപോലെ ഡോക്ടർ എസ് അഭിലാഷും അവരുടെ വീഡിയോകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുള്ളവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അത് മറ്റൊന്നുമല്ല, വയനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയുടെ 50% ഉരുൾപൊട്ടലിൻ്റെ സാധ്യത വളരെ തീവ്രമായിട്ട് ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ വീഡിയോകളിലൂടെ നമ്മുടെ റഡാർ റിസർച്ച് ഡയറക്ടറും അതേപോലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലുമൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും ഇതേപോലത്തെ ഉരുൾപൊട്ടലുകൾക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഗാഡ്ഗിലും അതുപോലെ ഡോക്ടർ എസ് അഭിലാഷും ഒക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ അവിടെ തന്നെ താമസിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഉരുൾപൊട്ടലുകളെ നിങ്ങൾ വീണ്ടും നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഉരുൾപൊട്ടലിനെ നമുക്കൊരു വഴികളിലൂടെയും നമുക്കത് തടയാൻ സാധിക്കില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു മതിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബണ്ട് കെട്ടിയിട്ടോ ഒന്നും നമുക്ക് തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത് അവിടെ നിന്ന് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് മാറി മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതാ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം തമ്പനെയിലായിട്ടും വരുന്നതാണ്. അവിടെ വീടുകളൊക്കെ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാനുള്ള സാധ്യതയെക്കുറിച്ചും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കാണുക. വീണ്ടും മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.